നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് എക്സിമയെ പറ്റിയിട്ടാണ്. എക്സിമ എന്ന് പറയുന്ന കണ്ടീഷൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് നമ്മളുടെ സ്കിന്നിനുണ്ടാവുന്ന ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഒരു നീർക്കെട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതുമൂലം സ്കിന്നിൽ റെഡി പാച്ചസ് ഉണ്ടാവും, ചുമന്ന അടയാളങ്ങൾ അല്ലെങ്കിൽ കറുത്ത അടയാളങ്ങൾ, ചൊറിച്ചിലോട് കൂടിയവ, നീറ്റലോട് കൂടിയവ, അങ്ങനെ സ്കിന്നിൽ മൊത്തത്തിൽ സ്പ്രെഡായിട്ട് ആകെ നമുക്ക് ഒരു ക്വാളിറ്റി ഓഫ് ലൈഫിനെ ബാധിക്കുന്ന ഒരു അവസ്ഥ കൂടിയാണ് എക്സിമ എന്ന് പറയുന്നത്. എക്സിമ തന്നെ 7 ടൈപ്സ് ഓഫ് എക്സിമയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ സെബോറിക് ഡെർമറ്റൈറ്റിസ് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ കുറേ തവണ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് ഡൂസ് ആൻഡ് ഡോൺസ് ഇൻ സെബോറിക് ഡെർമറ്റൈറ്റിസ് ആണ്. ആൻഡ് ദി ഡയറ്റ് പ്ലാൻ ഫോർ സെബോറിക് ഡെർമറ്റൈറ്റിസ് ആൻഡ് ദി ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ദാറ്റ് ഷുഡ് ബി ടേക്കൺ ഫോർ സെബോറിക് ഡെർമറ്റൈറ്റിസ്. അപ്പോൾ ഈ സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത്, ഡിസ്കോയിഡ് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത്, ലൈക്കൻ പ്ലാനസ് എന്ന് പറയുന്നത്, ഈ കണ്ടീഷൻസ് എല്ലാം എക്സിമയുടെ താഴെയാണ് വരുന്നത്. എക്സിമ എന്ന് പറയുന്ന ഒരു വാസ്റ്റ് കണ്ടീഷന്റെ ടൈപ്സ് ആയിട്ടാണ് പറയുന്നത്. അങ്ങനെ ഒരു 7ഓളം ടൈപ്സ് ഓഫ് എക്സിമാസ് ഉണ്ട്. അപ്പോൾ ഏറെക്കുറെ ഈ 7 ടൈപ്പ് ഓഫ് എക്സിമാസിനും നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റും റെജിമൻ ചേഞ്ചസുമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അതപ്പോൾ എല്ലാ ടൈപ്പ് ഓഫ് എക്സിമൈസിനും നമുക്ക് എക്സിമാറ്റിക് കണ്ടീഷൻസിന് നമുക്ക് അഡപ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും കണ്ടിട്ടില്ലാത്തത് ആ വീഡിയോ ഒന്ന് കാണുക. വീണ്ടും ഞാൻ ഡയറ്റിനെ പറ്റിയിട്ടും റെജിമിനെ പറ്റിയിട്ടും ഈ വീഡിയോയിൽ റിപ്പീറ്റ് ചെയ്യുന്നില്ല, അത് ബോറിംഗ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ദി ടിപ്സ് ആൻഡ് ട്രിക്സ് ഫോർ എക്സിമ എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം പറയുന്നത് ബേസിക് കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം. നമ്മൾ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ കുറേ വ്യത്യാസങ്ങൾ എക്സിമ എന്ന് പറയുന്ന കണ്ടീഷൻസ് ഉണ്ടാക്കാൻ പറ്റും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ചൊറിച്ചിൽ വരുമ്പോൾ, ഇത് നല്ല ചൊറിച്ചിലോട് കൂടിയുള്ളൊരു കണ്ടീഷനാണ്. അപ്പോൾ നമുക്കിത് ചൊറിച്ചിൽ വരുമ്പോൾ നമ്മളിത് ചൊറിയാതിരിക്കുക. അപ്പം ചൊറിയാൻ ഭയങ്കര സുഖമാണ്. ചൊറിച്ചിൽ വരുമ്പോൾ നമ്മൾ ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര റിലീഫ് കിട്ടും. അപ്പോൾ നമ്മൾ കിട്ടുന്ന സാധനങ്ങളെല്ലാം വെച്ചത് ചൊറിയും. സ്പെഷ്യലി നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എക്സിമ ഉള്ള പേഷ്യൻസും നഖം വളർത്താതിരിക്കുക. നമ്മളുടെ നഖം ഉള്ളപ്പോൾ നമുക്ക് കൂടുതൽ ചൊറിക്കുമ്പോൾ സുഖം കിട്ടും. ആ സുഖം കൂടുന്നതനുസരിച്ച് നമ്മൾ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് ചെറിയ മുറിവുകൾ ഉണ്ടാവും. ഈ മുറിവുകൾ പിന്നീട് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കും. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സ്കിന്ന് ഡാർക്കൻ ആവും, തിക്കൻഡ് ആവും, പിന്നെ സെല്ലുലൈറ്റിസ് പോലുള്ള കണ്ടീഷനിലേക്കൊക്കെ മാറും. അപ്പം ചെറിയൊരു എക്സിമയിൽ തുടങ്ങി സെല്ലുലൈറ്റിസ് പോലുള്ള അവസ്ഥകളിലേക്ക് വരെ എത്തുന്ന രീതിയിൽ നമ്മുടെ ഈ ചൊറിച്ചിൽ ഇതിനെ കാര്യമായി ബാധിക്കും. അപ്പം കഴിവതും നമ്മൾ ചൊറിയാതിരിക്കുക. അപ്പം ചൊറിച്ചിൽ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ചൊറിച്ചിൽ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ചൊറിയുന്നതിന് പകരം ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കുറച്ച് നോവുന്ന രീതിയിൽ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചൊറിയുമ്പോൾ ഉണ്ടാകുന്ന ഈ അബ്രേഷൻ കൊണ്ടുള്ള മുറിവുകളൊക്കെ മാറുകയും ചെയ്യും, ഉണ്ടാകാനുള്ള സാധ്യത കുറയുകയും ചെയ്യും. നമുക്ക് ചൊറിച്ചിലിനൊരു ശമനം കിട്ടുകയും ചെയ്യും. ആ ഒരു പെട്ടെന്നുള്ള ആ ഒരു ചൊറിച്ചിലൊന്ന് കുറയുകയും ചെയ്യും. അപ്പം ഫസ്റ്റ് തിങ് ചെയ്യാന്നുള്ളത് ചൊറിയുമ്പോൾ ചൊറിയാതിരിക്കുക. അതാണ് ഫസ്റ്റ് തിങ്ങിൽ നമ്മൾ എക്സിമയിൽ ശ്രദ്ധിക്കേണ്ടത്. അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് നമ്മൾ ഇടുന്ന ഡ്രസ്സ്. ഇപ്പം എക്സിമ ഉള്ള ഒരുപാട് പേർക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ പറ്റുമെങ്കിൽ മാക്സിമം നമ്മൾ യൂസ് ചെയ്യേണ്ടത് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഡ്രസ്സുകളാണ്. അതും ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഉപയോഗിക്കാൻ പാടില്ല. എത്രത്തോളം ലൂസായിട്ട് ഫ്രീ ആയിട്ടുള്ള ഡ്രസ്സുകൾ നമുക്ക് ഇടാൻ പറ്റുമോ അത്രത്തോളം ഫ്രീ ആയിട്ടുള്ള ലൂസായിട്ടുള്ള കോട്ടൺ സോഫ്റ്റ് ഡ്രസ്സുകൾ യൂസ് ചെയ്യുക. നമ്മൾ ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ യൂസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ ഒന്നുകൂടി ഫ്രിക്ഷൻ ഉണ്ടാവും. ഈ ഡ്രസ്സും ഈ ഫാബ്രിക്കും സ്കിന്ന് തമ്മിലൊരു ഫ്രിക്ഷൻ ഉണ്ടായിട്ട് നമുക്ക് ആ ഭാഗത്ത് വീണ്ടും ഒരു ഇറിറ്റേഷൻ ഉണ്ടായി ഈ ഒരു എക്സിമ കണ്ടീഷൻ ട്രിഗർ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റൊരു കാര്യം, നമ്മൾ ഇറുക്കമുള്ള ഡ്രസ്സുകൾ ഇടുമ്പോൾ നമ്മൾ സ്വെറ്റിന് സാധ്യത കൂടുതലാണ്. നമ്മൾക്ക് വിയർക്കും, നമുക്ക് ചൂടെടുക്കും, നമ്മൾ വിയർക്കും. അപ്പോൾ ഈ എക്സിമ കണ്ടീഷൻ ഉള്ളവർക്ക് മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ സ്വെറ്റ് ആയിട്ട് കോണ്ടാക്ട് വരുമ്പോൾ വിയർക്കുമ്പം ഈ ചൊറിച്ചിൽ ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ചൂസ് ചെയ്യുന്ന ഫാബ്രിക് എന്നിട്ട് അതിൻ്റെ സൈസ് ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്തത്, നമ്മൾ എക്സിമ ഉള്ള പേഷ്യൻസിനോട് പ്രത്യേകം പറയുന്നതാണ്, എക്സസൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ വിയർക്കുന്ന കണ്ടീഷനിലേക്ക് പോകാനോ സാധ്യതയുള്ള എക്സിമ പേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ വിയർത്താൽ ഉടനെ ഒന്നുകിൽ അത് വാഷ് ചെയ്ത് ആ വിയർപ്പ് കഴുകിക്കളയുകയോ അല്ലെങ്കിൽ തുടച്ച് കളയുകയോ അല്ലെങ്കിൽ നമ്മൾ കഴിവതും വിയർക്കുന്ന അവസരങ്ങളിലേക്ക് പോവാതിരിക്കുകയോ ചെയ്യുക. ഇപ്പം നമുക്ക് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ തന്നെ AC ഉള്ള ജിമ്മിലൊക്കെ പോവുകയാണെങ്കിലും AC ഉള്ള ജിമ്മിലേക്ക് നമ്മളൊന്ന് പോവുക. അല്ലെങ്കിൽ വിയർത്ത ഡ്രസ്സുകൾ കഴിവതും ഇടാതിരിക്കുക. വിയർത്തിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ പോയിന്ന് കുളിക്കുക.
അപ്പോൾ വിയർക്കുക എന്നുള്ളൊരു രീതിയിലേക്ക് കഴിവതും നമ്മളുടെ ബോഡിയെ കൊണ്ടുപോകാതിരിക്കുക. വിയർക്കുന്നത് കഴിവതും നമ്മൾ അവോയ്ഡ് ചെയ്യുക. അടുത്തത് ഇത് പറയുമ്പോൾ തന്നെ നമ്മൾ വിയർത്ത് കഴിയുമ്പോൾ കുളിക്കണമെന്ന് പറഞ്ഞു. അപ്പം തന്നെ കുളിക്കണം. ആ വിയർപ്പ് ദേഹത്ത് പിടിക്കാൻ പാടില്ല. അത് എക്സിമയെ ട്രിഗർ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ചെയ്യുന്നത് കുളിക്കാൻ പോകും. അപ്പം ഈ കുളിക്കാൻ പോകുന്നിടത്ത് നമ്മൾ ചെയ്യുന്ന ഒരു വലിയ തെറ്റുണ്ട്. അത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ചൊറിച്ചിൽ വരും. നമുക്ക് ഈ ചൊറിച്ചിൽ വരുമ്പോൾ നമ്മളെല്ലാവരും എന്താ ചെയ്യുക, നല്ല ചൂടുവെള്ളത്തിൽ കുളിക്കും. നല്ല ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോൾ നമുക്ക് തോന്നും ഈ ചൊറിച്ചിൽ പെട്ടെന്ന് കുറയുന്നു. പക്ഷെ അത് ഇൻസ്റ്റന്റ് റിലീഫാണ്. പക്ഷെ നല്ല ചൂടുവെള്ളത്തിൽ കുളിച്ചു കഴിയുമ്പം പെട്ടെന്നുള്ള ആ കുറച്ച് നേരത്തേക്ക് ആ ഒരു ചൊറിച്ചിലൊന്ന് കുറഞ്ഞതിന് ശേഷം പിന്നീട് അതികഠിനമായിട്ടുള്ള ചൊറിച്ചിലേക്ക് നമ്മൾ വരും. കാരണം എന്ന് വെച്ചാൽ നല്ല ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പം സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ സ്കിന്നിലേക്കുള്ള മോയ്സ്ചർ ആ ഒരു ലോസ് ആവുകയും ആ മോയ്സ്ചർ ലോസ് എന്ന് പറയുന്നത് വീണ്ടും ഇൻഫ്ലമേഷനിലേക്ക് നയിക്കുകയും നമ്മുടെ സ്കിൻ കൂടുതൽ ഡ്രൈ ആവുകയും ചെയ്യും. അത് എക്സിമയെ ട്രിഗർ ചെയ്യും. അപ്പം ചൂടുവെള്ളത്തിൽ കുളിക്കാതിരിക്കുക എക്സിമ ഉള്ളവർ. അപ്പോൾ എന്ത് വെള്ളത്തിൽ കുളിക്കാം? നമുക്ക് ലൂക്ക് വാം വാട്ടറിൽ കുളിക്കാം. അതായത് നോർമൽ ടെമ്പറേച്ചറുള്ള നോർമൽ വാം വാട്ടറിൽ നമുക്ക് കുളിക്കാം. ചൂടുവെള്ളം ഒഴിവാക്കുക എക്സിമ ഉള്ള പേഷ്യൻസ്. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ടായിരുന്നു. കുളിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഷവർ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് നേരം വെള്ളം ഒഴിച്ച് കുളിക്കാതിരിക്കുക. ഒരുപാട് വെള്ളത്തിൽ നമ്മൾ കുളിച്ചുകൊണ്ടിരുന്നാൽ, അതായത് സമയം ഷോർട്ടർ ഷവർ എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഒത്തിരി സമയം എടുത്ത് തേച്ചൊരച്ച് ഒരുപാട് വെള്ളത്തിൽ കുളിക്കാൻ നിന്നാൽ നമ്മളുടെ ബോഡി വീണ്ടും എന്താ പറയുക ഡ്രൈ ആവും. ഡ്രൈ ആവുമ്പോൾ വീണ്ടും ഈ എക്സിമ ട്രിഗർ ആവും. അപ്പം വളരെ പെട്ടെന്ന് കുളിച്ച് വൃത്തിയായി പുറത്തിറങ്ങുക. ഒരുപാട് വെള്ളത്തിൽ നിൽക്കാതിരിക്കുക. ഒരുപാട് സോപ്പ് യൂസ് ചെയ്യാതിരിക്കുക. അപ്പം ഷോർട്ടർ ഷവർ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ മനസ്സിലുണ്ടായിരിക്കണം. പെട്ടെന്ന് കുളിച്ചിറങ്ങുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. ഇനി നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നമ്മളുടെ അടുത്തുനിന്ന് എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഇങ്ങനെ എന്ത് സ്കിൻ ഡിസീസ് വന്നാലും നമുക്ക് ആദ്യം നമ്മളൊന്ന് മനസ്സിൽ വിചാരിക്കേണ്ടത് ഒന്നുകിൽ നമ്മളുടെ ഗട്ട് ഹെൽത്ത് എന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ലിവർ, അങ്ങനെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഗട്ട് ഹെൽത്തിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. നമ്മൾ എപ്പോഴും ട്രീറ്റ് ചെയ്യേണ്ടത് നമ്മളുടെ സിംറ്റംസിനെ, അതായത് ലക്ഷണങ്ങളെ ആയിരിക്കരുത്, അതിൻ്റെ റൂട്ട് കോസിനെ ആയിരിക്കണം. അപ്പോൾ എക്സിമ ഉള്ള പേഷ്യൻ്റ് എന്തുകൊണ്ടാണ് എക്സിമ വരുന്നതെന്നുള്ളതിൻ്റെ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ അൺനോൺ ആണ്. ഇപ്പോഴും പലർക്കും പല രീതിയിലാണ് ഇത് ട്രിഗേർഡ് ആവുന്നത്. പക്ഷേ മോസ്റ്റ് ഓഫ് ദി ടൈം ഈ ഗട്ട് ഹെൽത്ത് ഒന്ന് നമ്മൾ ഇമ്പ്രൂവ് ആക്കി കൊടുത്താൽ, ഹെൽത്തി ആക്കി കൊടുത്താൽ പലപ്പോഴും ഈ എക്സിമ കണ്ടീഷൻ ക്യൂർ ആവുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ആവാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡിൽ ഒരു ചേഞ്ച് വരുത്തുക. ആ ചേഞ്ച് വരുത്തേണ്ട എന്തൊക്കെയാണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് സെബോറിക് ഡെർമറ്റൈറ്റിസിന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ഫോളോ ചെയ്യുക. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം, നമ്മൾ ഇതുപോലുള്ള എല്ലാ വീഡിയോസിലും എല്ലാവരും പറയുന്നതാണ് എക്സിമ കണ്ടീഷനിൽ ഡ്രൈ സ്കിൻ ആണ് ഇതിൻ്റെ പ്രധാന കാരണം. അതുകൊണ്ട് തന്നെ ഇതിനെ മോയ്സ്ചർ ചെയ്യുക എന്നുള്ളത് എപ്പോഴും പറയും. അപ്പം മോയ്സ്ചറൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് എക്സിമ എന്നുള്ള കണ്ടീഷനിൽ. പക്ഷേ അത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ വിചാരിക്കും സ്കിൻ ഡ്രൈ ആവുന്നു, അപ്പം നമ്മൾ എന്താ ചെയ്യുക? ഹൈഡ്രേറ്റ് ചെയ്യുക, കൂടുതൽ വെള്ളം കുടിക്കുക, സ്കിന്നിനെ കൂടുതൽ ഹൈഡ്രേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്കിൻ ഡ്രൈനെസ് കുറയും, സ്കിൻ ഹൈഡ്രേറ്റഡ് ആവും. അപ്പോൾ നമുക്ക് എക്സിമ കുറയും എന്നൊരു ചിന്ത പലർക്കും വരും. ഈ മോയ്സ്ചറൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് വെള്ളം എന്നൊരു ചിന്തയാണ്, വെള്ളം കുടിക്കുക എന്നുള്ള. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. വെള്ളം കുടിക്കരുതെന്നല്ല ഞാൻ പറയുന്നത്, അതായത് തെറ്റിദ്ധരിക്കരുത്. പക്ഷേ ഒരു റിക്വയർഡ് എമൗണ്ടിൽ കൂടുതൽ നമ്മൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ, മോയ്സ്ചറൈസ് ചെയ്യുക എന്നുള്ളൊരു എയിം വെച്ചിട്ട് ആവശ്യത്തിലധികം നമ്മൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ആവശ്യമുള്ള കുറച്ച് മിനറൽസ്, കുറച്ച് വൈറ്റമിൻസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ നിന്നും ഫ്ലഷ് ഔട്ട് ആയി പോവുകയാണ് ചെയ്യുക. അത് കിഡ്നിക്ക് കൂടുതൽ ട്രബിൾ കൊടുക്കും. നമ്മൾക്ക് വേണ്ട കാൽസ്യം, പൊട്ടാസ്യം, അങ്ങനെയുള്ള സോഡിയം പോലുള്ള നമുക്ക് ആവശ്യമുള്ള, ശരീരത്തിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഫ്ലഷ് ഔട്ട് ആയി പോവുകയും സ്കിൻ കൂടുതൽ ഡ്രൈ ആവുകയും ചെയ്യും. അപ്പം നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും. നമുക്ക് റിക്വയർഡ് എമൗണ്ട് അല്ല, ആവശ്യത്തിൽ കൂടുതൽ വെള്ളം നമ്മൾ മോയ്സ്ചറൈസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശം കൊണ്ട് കുടിച്ചാൽ നമുക്ക് സംഭവിക്കുന്നത്.
മോയ്സ്ചറൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം അതിന് ഓയിൽസ് വേണം, ഫാറ്റ് വേണം. ഈ 2 കാര്യങ്ങൾ കൊണ്ടേ നമുക്ക് സ്കിന്നെ മോയ്സ്ചറൈസ് ചെയ്യാൻ പറ്റൂ. അത് ഉള്ളിലേക്കും എടുക്കണം, പുറത്തേക്കും എടുക്കണം. നമ്മൾ പണ്ട് തൊട്ടേ നമ്മുടെ നാട്ടുകാരെല്ലാം ശീലിച്ചു വന്നിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, എല്ലാ ദിവസവും ഓരോ സ്പൂൺ നെയ്യ് കഴിക്കുക എന്നുള്ളത്. എന്നുവെച്ചാൽ ഇപ്പം ആരും നെയ്യ് കഴിക്കുന്നില്ല, ഫാറ്റായിട്ടുള്ള ഒന്നും കഴിക്കുന്നില്ല. നമ്മുടെ സ്കിന്നിന് ഹെൽത്തി ആയിട്ടും യങ്ങായിട്ടും ഒക്കെ നിൽക്കണമെങ്കിൽ ഈ ഓയിൽസ് വേണം, ഈ ഫാറ്റ് വേണം. ആവശ്യത്തിലധികം കഴിക്കണമെന്നല്ല പറയുന്നത്, പക്ഷെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഒരളവിലെങ്കിലും നമ്മൾ ഫാറ്റ് കഴിക്കാം. അതും മോശം ഫാറ്റ് അല്ല, നമ്മൾ ഈ ജങ്ക് ഫുഡൊക്കെ കഴിച്ചുണ്ടാക്കുന്ന ഫാറ്റ് അല്ല കഴിക്കണം എന്ന് പറയുന്നത്. നല്ല ഫാറ്റ്, നല്ല ഓയിൽ കഴിക്കാം. അതൊന്ന് കഴിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന് ആ സ്നിഗ്ധത കൂടും, നമ്മുടെ ഡ്രൈനെസ് കുറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം, ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം. പിന്നെ ഉള്ളിലേക്ക് എല്ലാ ദിവസവും ഓരോ സ്പൂൺ നെയ്യ് കഴിക്കാം. ഈ ഓയിലൊന്നും അധികമായിട്ട് വറുത്തതും പൊരിച്ചൊന്നും കഴിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നമുക്ക് പാൽപ്പാട കഴിക്കാം. അല്ലെങ്കിൽ ഇതുപോലുള്ള സ്നിഗ്ധമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യുന്നതാണ്. സ്നിഗ്ധം അല്ലെങ്കിൽ സ്നേഹം എന്ന് പറയുന്നത് ഈ ഓയിൽ അല്ലെങ്കിൽ ഫാറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും, സ്കിൻ ഡിസീസുമായിട്ട് ചെല്ലുമ്പോൾ നമുക്ക് ആയുർവേദത്തിൽ നെയ്സേവ എന്നുള്ളൊരു വേർഡ് പലരും കേട്ടിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതാണ്, സ്കിന്നിന്റെ ഡ്രൈനെസ് മാറ്റിയെടുക്കുക. സ്കിന്നിന്റെ ഡ്രൈനെസ് മാറ്റണമെങ്കിൽ പുറമേ നമ്മൾ കുറച്ച് മോയ്സ്ചറൈസർ ഇട്ടാലോ അല്ലെങ്കിൽ കുറേ വെള്ളം കുടിച്ചാലോ ഒന്നും സ്കിൻ മോയ്സ്ചറൈസ് ആവില്ല. അതിന് നമുക്ക് ഈ ഫാറ്റും ഓയിൽസും എല്ലാം ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ശീലമാക്കുക, കുറച്ച് എണ്ണ തേച്ച് കുളി ഒരു ശീലമാക്കുക. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്പൂൺ നെയ്യ് ചോറിനകത്ത് കുഴച്ച് കഴിക്കുകയോ എന്തെങ്കിലും ആഹാരത്തിൽ എന്തെങ്കിലും ഒന്ന് ചേർത്ത് കഴിക്കുകയോ ചെയ്യുന്ന ഒരു ശീലമാക്കുക. പിന്നെ ചെയ്യാനുള്ളത് ഞാൻ പറഞ്ഞ പോലെ ഉള്ളിലേക്ക് കഴിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞോളൂ, പുറമേ നമുക്ക് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, മോയ്സ്ചറൈസേഴ്സ് ഉണ്ട് എക്സിമയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. അല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നത് ഒന്ന് കോക്കനട്ട് ഓയിൽ, ശുദ്ധമായ വെളിച്ചെണ്ണ അപ്ലൈ ചെയ്യാം. എല്ലാ ദിവസവും കുളിക്കുന്നതിന് മുന്നേ കുറച്ച് വെളിച്ചെണ്ണ അപ്ലൈ ചെയ്തിട്ട് ഒരു 2-3 അല്ലെങ്കിൽ 10-15 മിനിറ്റ് നമ്മളൊന്ന് ചെറിയൊരു ഇളം വെയിൽ കൊള്ളുക. അത് നമുക്ക് നല്ലതാണ്. ഇളം വെയിൽ കൊള്ളാൻ പറ്റില്ലെങ്കിൽ പോലും നമ്മൾ എല്ലാ ദിവസവും കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ ഷിയ ബട്ടറോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് തേച്ച് നമ്മുടെ ശരീരത്തിനെ ഒന്ന് മോയ്സ്ചറൈസർ ആക്കിയിട്ട് പിന്നെ കുളിക്കാൻ പോവാം. അങ്ങനെ ചെയ്താൽ കുറേ ഈ ഒരു എക്സിമാറ്റിക് കണ്ടീഷനിൽ നിന്ന് നമുക്കൊരു റിലീഫ് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമ്മൾ കമൻറ്റിൽ കൂടെ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരേക്കും എല്ലാവരും സ്റ്റേ ഹാപ്പി, സ്റ്റേ ബ്ലെസ്ഡ്.